ഹലോ എവരിവൺ, ഒരിക്കൽ കൂടെ നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മലേഷ്യയിലെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജെൻഡിങ് ഹൈലൻഡ്സ്, നമ്മുടെ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ജെൻഡിങ് ഹൈലൻഡ് റിസോർട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ജെൻഡിങ് ഹൈലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയകാട്ട പുള്ളിക്കാരൻ, നല്ല കാശുള്ള ഒരു മുതലാളി ഒരു റിസോർട്ടായിട്ട് തുടങ്ങിയ സംഭവമാണ് ജെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കൊരു കാസിനോ സംഭവങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു റിസോർട്ട് പണിയാനായിട്ട് അങ്ങനെ ഒരു ഹോട്ടലും റിസോർട്ടും കൂടെ പണിതാണ് അവിടെ. മോളിങ്ങനെ രാവിലെ എൻ്റെ ക്ഷീണത്തിൽ ഭക്ഷണമൊന്നും കഴിയാണ്ട് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് തിന്നിരിക്കുകയാണ്. രാവിലത്തെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഗ്രാബ് ടാക്സി ഒക്കെ വിളിച്ച് നേരെ വെച്ച് പിടിക്കുകയാണ് ജെൻഡിങ് ഹൈലൻഡിലോട്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു 10 കിലോമീറ്റർ മൊത്തം ദൂരമുണ്ട്. ഫുള്ള് നമ്മൾ കാറിലല്ല പോകുന്നത്. നമ്മൾ ദൂരം പോയിട്ട് അവിടുന്ന് ജെൻഡിങ് ഹൈലൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ഹില്ലിന്റെ മുകളിലാണ്, മലയുടെ മുകളിലാണ്. അപ്പം നമ്മളതിന് താഴെ വരെ പോയിട്ട് താഴെ നിന്ന് നമ്മുടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. അപ്പോൾ കേബിൾ കാർ സർവീസിന് പോകാനാണ് നമ്മുടെ പ്ലാൻ. ജെൻഡിങ് സ്കൈവേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് നമ്മൾ ആ സ്കൈവേ അല്ലെങ്കിൽ കേബിൾ കാറിന്റെ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. റോഡൊക്കെ നല്ല മനോഹരമായ റോഡാണ്. കാര്യം ഹൈ റേഞ്ച് റൂട്ടാന്നൊക്കെ പറഞ്ഞാൽ 4 വരിയുള്ള നല്ല ഗംഭീരമായ റോഡുണ്ട് അതിൻ്റെ മുകളിലേക്ക്, ഹൈ റേഞ്ച് വഴികളിൽ കൂടെ. നമ്മൾ റോഡിൽ കൂടെ പോകുന്നില്ല, ഏതായാലും പറഞ്ഞ പോലെ തിരിച്ചു നമ്മൾ റോഡിൽ കൂടെയാണ് വരുന്നത്. പക്ഷെ അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ കേബിൾ കാറിലാണ് പോകുന്നത്. അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിൽ ടോൾ പ്ലാസ ഉണ്ട്. ടോൾ പ്ലാസയിൽ ടോളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഹൈ റേഞ്ച് റൂട്ടിലോട്ട് കയറാൻ. ഇത് കയറി കുറച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ നമ്മുടെ ഇവിടെ ഈ ജെൻഡിങ് സ്കൈവേയുടെ അല്ലെങ്കിൽ കേബിൾ കാറിന്റെ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഈ ജെൻഡിങ് ഹൈലൻഡ്സ് എന്ന് പറയുന്നത് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പേഴ്സണൽ ഇതിൽ ഒരു റിസോർട്ട് ആൻഡ് കാസിനോ എന്നുള്ള രീതിയിൽ പണിതു. പിന്നീട് അതൊരു വലിയൊരു ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കുകയാണ് ചെയ്തത് കുറെ വർഷങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ. അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് വികസിപ്പിച്ച് പിന്നീടാണ് അങ്ങോട്ട് ഈ പറഞ്ഞ സ്കൈവേ അല്ലെങ്കിൽ കേബിൾ കാർ സർവീസ് ഉണ്ടാവുന്നത്. അതും 2 സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടായത്. ആദ്യം ഒരു ട്രാം പോലത്തെ ഒരു എന്താ പറയുക, നമ്മൾ പടലയിൽ കാണുന്ന പോലെ ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരിക എന്നുള്ള രീതിയിലുള്ള ഒരു കാർ സർവീസ് ആയിരുന്നു അല്ലെങ്കിൽ കേബിൾ കാർ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈപ്പ്, നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ അവിടെയൊക്കെയുള്ള ഫെസിലിറ്റീസ് പോലെ മോഡേൺ ആയിട്ടുള്ള ഒരു കേബിൾ കാർ സർവീസ് ഉണ്ടായി. നമ്മൾ ആ സ്കൈവേയുടെ സ്റ്റേഷനിലോട്ടെത്തി, ഹവാന സ്കൈ സെന്ററിൽ നിന്നിട്ട് അവിടെ ഒരു കേബിൾ കാറിന്റെ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബിസിനസ് ഏരിയയാണ്. അവിടെ ഒരു ഷോപ്പിംഗ് മാള് പോലെയൊക്കെ ഒക്കെ അവർ ഉണ്ടാക്കിയിട്ട് അവിടെ 2 നില ഷോപ്പിംഗ് ഏരിയയും പ്ലസ് അതിന്റെ മുകളിൽ കേബിൾ കാർ സ്റ്റേഷനും ഒക്കെ ആയിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. മാക്സിമം ടൂറിസ്റ്റിനെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്നുള്ള സെറ്റപ്പിൽ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയയിലോട്ട് പോകുന്നു, അവിടെ ഇറങ്ങുന്നു. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അതിന് മുകളിലേക്ക് കയറുകയാണ്. അതാ കാണുന്നതാണ് ഹവാന സ്കൈ സെൻട്രലിന്റെ ഒരു കേബിൾ കാർ സ്റ്റേഷൻ. നേരെ ഡ്രോപ്പ് ഓഫ് പോയിന്റിലോട്ട് പോകുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് 2 ഫ്ലോർ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ വരിക. ഇവിടെ എല്ലാം ഒരു ഷോപ്പിംഗ് മാൾ പോലെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വരുന്ന ടൂറിസ്റ്റിന് മാക്സിമം എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. എല്ലായിടത്തും നല്ല ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കണം എന്നുള്ളവർക്ക് അവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അവിടെയാണ് വലിയ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് വാങ്ങിയിട്ടൊക്കെ പോവാം. കാരണം ബാക്കിയുള്ള ഷോപ്പിംഗ് സെന്ററുകളിലെ പോലുള്ള തിരക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഈ കേബിൾ കാറിൽ കയറാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കേബിൾ കാർ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ. ഒരു ഏരിയ തന്നെയുണ്ട് ഈ ഷോപ്പിംഗ് മാളും എല്ലാം കൂടെ ചേർന്നിട്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്ലാൻ തന്നെ. എന്തോ ഒരു സ്റ്റോറുകളാണെന്നുള്ള ആ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാം എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന്. പേര് പോലെ തന്നെ പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആണ്, പ്രീമിയം ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്, എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും.
ബ്രാൻഡഡ് ഐറ്റം വാങ്ങണമെന്നുള്ളവർക്ക് അവിടെ കയറാൻ വാങ്ങാം. ഫുഡ് കോർട്ടും അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ, ജെൻറ്റിങ് ഹൈലൈറ്റ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും ഫുഡൊക്കെ അവൈലബിൾ ആണ്. അവിടെയും ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇടയ്ക്ക് നിന്ന് കഴിച്ചിട്ട് പോകണമെന്നുള്ളവർക്ക് കഴിച്ചിട്ട് പോകാം. നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട്. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ATMs അവൈലബിൾ ആണ്. എസ്കലേറ്റേഴ്സ്, ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുഡ് കോർട്ട്സ് ഉണ്ട്. കോർട്ടിൽ നിന്ന് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതുപോലെ വാക്ക് വേസ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ശരിക്കും ഒരു ഷോപ്പിംഗ് മാളിൽ ചെല്ലുന്ന ഒരു അനുഭവം തന്നെയാണ് ആ ഒരു നമ്മുടെ ഈ കേബിൾ കാറിന്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കേബിൾ കാർ സ്റ്റേഷനിൽ മെയിനായിട്ട് ലോക്കൽസ് കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ലോക്കൽസ് എല്ലാം റോഡ് വഴി കാറിലായിരിക്കും അല്ലെങ്കിൽ സ്വന്തം വണ്ടികളിലായിരിക്കും പോവുക. ഇവിടെ വരുന്നത് ഫുള്ള് ടൂറിസ്റ്റ് ആണ്. അപ്പം ഇവിടെ കാണുന്നത് ബാക്കിയുള്ളിടത്ത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മലേഷ്യൻ ലോക്കൽ ആൾക്കാർ അധികം കാണുന്നില്ല. ഫുള്ള് ടൂറിസ്റ്റ് ആണ്. അപ്പം ടൂറിസ്റ്റുകളെ മൊത്തം പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ എല്ലാവരെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മോള് സ്ട്രോളറിൽ സുഖമായിട്ട് വിശ്രമമാണ്, കാഴ്ചയൊക്കെ കണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവാണ്. കാണാം സെയിൽ 70%, സെയിൽ 50%, സെയിൽ 60% എന്ന് പറഞ്ഞ എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളിലും ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രാൻഡഡ് തന്നെ നോക്കി വാങ്ങണമെന്നുള്ളവർക്ക് അവിടെ വന്ന് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓഫറിൽ കിട്ടുമല്ല. താഴേക്കാണ് ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള റീറ്റെയിൽ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം വരിക. റീറ്റെയിൽ സ്വീറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഈ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അല്ലെങ്കിൽ വാങ്ങിയിട്ട് പോകാം, അല്ലെങ്കിൽ കഴിക്കാം. റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കാം, അല്ലെങ്കിൽ വാങ്ങിയിട്ട് പോകാം. എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. താഴേക്ക് ഇങ്ങോട്ട് വരുന്ന റോഡ് നമുക്ക് കാണാം. ദൂരം മലനിരകൾ. വലിപ്പുറത്തോട്ടുള്ള നമ്മുടെ ബാക്കിലുള്ള മലയുടെ മുകളിലാണ് ഈ ജെൻറ്റിങ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം വരും. ആ കാണുന്നത് നമുക്ക് ഇടയ്ക്ക് പാതി എത്തുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, ചൈനീസ് ക്ഷേത്രമുണ്ട്, ചൈനീസ് ടെമ്പിൾ നമുക്ക് കാണാൻ പോകുന്ന വഴി അവിടെ ഇറങ്ങുന്നുണ്ട്. അതാണ് ദൂരത്ത് കണ്ടത്, ആ ഒരു ഗോപുരം പോലെ. പിന്നെ ഏതോ ഒരു വലിയ ഹോട്ടലിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇടയിലുള്ളത്. നമുക്ക് ഈ ഹൈ റേഞ്ച് റോഡ് വഴി പോവുകയാണെങ്കിൽ ആ വഴിക്കും ഹോട്ടലുകളൊക്കെയാണ് നമുക്ക് താമസിക്കണം. അപ്പോൾ ഹൈ റേഞ്ച് ആ ഒരു ഇത് ആസ്വദിച്ച് പോകുന്നുള്ളവർക്ക് അവിടെയൊക്കെ താമസിച്ച് പോകാനുള്ള സൗകര്യമൊക്കെയാണ്. റോഡിൽ കൂടെ പോകുന്നവർക്ക് ഒരു ദിവസം ഒരു നൈറ്റ് തന്നെ അവിടെ തങ്ങിയൊക്കെ പോവാം. 2 ദിവസം കൊണ്ട് ജെൻറ്റിങ് ഹൈലൈറ്റ്സ് മുഴുവനായിട്ട് ആസ്വദിക്കണം എന്നുള്ളവർ കുറച്ച് സമയം എടുക്കും. കാരണം അവിടെ അമ്യൂസ്മെന്റ് പാർക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലും അങ്ങനെ കളിക്കുന്ന ആ ഒരു ഏജിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത്യാവശ്യം നല്ല പൈസയാവും എങ്കിലും. എല്ലാ കടയിലും ഉണ്ട് ഇതുപോലെ 60%, 50%, 40% ഓഫ്. എന്നിട്ട് എല്ലാം ബ്രാൻഡഡ് ആണ്. വേറെല്ലായിടത്തും ഈ ഓഫർ അവൈലബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ എല്ലായിടത്തും ഈ ഓഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്രത്യേകം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും അത്യാവശ്യം നല്ല ഓഫർ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെലക്റ്റഡ് ആണ് കേട്ടോ, സെലക്ട് ഐറ്റംസിനെ ഓഫർ ഉള്ളൂ, പാറ്റല്ല. ഒക്കെയാണ് അപ് ടു 60%, അപ് ടു 70%. എങ്കിലും അവർ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡഡ് ഐറ്റംസിന് ഓഫർ കിട്ടുന്നത് തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ ക്രോക്സിൻ്റെ ഒക്കെ അപ് ടു 70% ഓഫ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. സ്വാച്ച്, ക്രോക്സ്, അസിക്സ്, ഫോസിൽ എല്ലാത്തിൻ്റെയും ഔട്ട്ലെറ്റ്സ് അവിടെ അവൈലബിൾ ആണ്.
പ്രീമിയം വാച്ചുകളൊക്കെ കാണാം. റിസ്റ്റ് വാച്ചുകളൊക്കെ 50%, 60% ഓഫിന് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാം. ഇൻഫർമേഷൻസ് എല്ലായിടത്തോടും എഴുതി വെച്ചിട്ടുണ്ട്. ATM അവൈലബിൾ ആണ്. മോളിലാണ് നമ്മുടെ കേബിൾ കാറിലോട്ട് ഉള്ള കേബിൾ കാറിന്റെ സ്റ്റേഷൻ വരുന്നത്. ജെൻഡിങ് സ്കൈവേൾസിലെ ഓരോരോ അമ്യൂസ്മെന്റ് ഐറ്റംസിന്റെ പരസ്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ റിഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി കയറി അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. കുട്ടികളെ പള്ളിക്കൊണ്ട് നടക്കാനുള്ള സ്ട്രോളേഴ്സ്, അവിടെ പല ടൈപ്പ് സ്ട്രോളേഴ്സ് ഒക്കെ നമുക്ക് റെന്റിന് എടുക്കാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ വാക്വയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മുടെ ആ ഒരു ചെടികളൊക്കെ വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ കൂടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നടന്ന് മടുക്കുമ്പോൾ ഇരിക്കാം. അത്യാവശ്യം കുറെ സമയം നടക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇതാണ് ഫുഡ് കോർട്ടിന്റെ ഒരു ഉള്ളിലെ ഒരു ഫെസിലിറ്റി. ഇതാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. കുട്ടികളെ കൊണ്ട് നടക്കാനുള്ള സ്ട്രോളർ. അതിനകത്ത് അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ മേടിച്ച് വയ്ക്കാനുള്ള ഒരു ബാഗ് കൂടിയുണ്ട്. ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നവരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നത് നമുക്ക് കാണാം. ഈ ഇരിക്കുന്നതാണ് ആ സ്ട്രോളറുകൾ. ഒരു ക്യാരി ബാഗും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സ്ട്രോളറാണ്. വേണമെന്നുള്ളവർക്ക് അത് റെന്റിനെടുത്ത് പ്രയോജനപ്പെടുത്താം. പ്രീമിയം ഔട്ട്ലെറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, അതിൻ്റെ മുകളിൽ കേബിൾ കാർ സ്റ്റേഷൻ, അങ്ങനെയാണ് പോകുക. നമുക്കിനി മുകളിലത്തെ പ്ലോട്ടോട്ട് പോകണം. കേബിൾ കാർ സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. നമ്മളങ്ങനെ മുകളിലത്തെ ഫ്ലോറിലെത്തി. സ്കൈ സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്കൈ സെൻട്രൽ സ്കൈ സ്റ്റേഷൻ. അപ്പം അവിടെ നമ്മുടെ ടിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന അങ്ങോട്ട് നമ്മൾ പയ്യെ നടക്കുകയാണ്. താഴെ നമുക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണാം. നമ്മൾ വണ്ടി വരുമ്പോൾ അവിടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏത് രീതിയിലും വരാം. ബസ്സിന് വരാം, കാറിന് വരാം, അതുണ്ടെങ്കിൽ ഇതുപോലെ കേബിൾ കാറിന് വരാം. ഇവിടെ കുറച്ച് പോർക്ക് ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണ്. ഒരു ചൈനീസ് ഡിഷസ് അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു ഏതെങ്കിലും ഫേമസ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ആയിരിക്കും ഇത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നതെല്ലാം പോർക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ മീറ്റ് ഉണ്ട്, പോർക്ക് ഐറ്റംസ് ഉണ്ട്, പോർക്ക് മിൻസ് ചെയ്ത പോർക്ക് ഉണ്ട്. ഇപ്പം ഇതിൽ പോർക്ക് സ്ലൈസ് ഉണ്ട്. അപ്പോൾ പോർക്കിൻ്റെതായിട്ടുള്ള വിഭവങ്ങളാണ്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു സ്വീറ്റും ആ ഒരു ഫ്ലേവർ വരുന്നൊരു ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് സ്നാക്കായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സ്ലൈസ് വെച്ചിട്ടുള്ളൊരു ഇത് മേടിച്ചു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പോർക്കിൻ്റെ സ്ലൈസ് വെച്ചിട്ടുള്ള അത് കഴിഞ്ഞിട്ട് നമ്മൾ മിൻസ്ഡ് ഇത് കൂടെ വാങ്ങിച്ചു. പോർക്കിൻ്റെ മിൻസ്ഡ് പാക്കറ്റ്സ് കിട്ടും, അതും കൂടെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ സ്നാക്ക് പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല മധുരമാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. സോസിൻ്റെയാണ് നമ്മൾ അതിൽ ചേർത്തിരിക്കുന്നത്. നല്ല മധുരമാണ്. നല്ല ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാനായിട്ട്. കഴിച്ചുകൊണ്ടിരിക്കും. ലോക്കൽ സ്വീറ്റ്സിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ട്. കോഫി പൗഡറുകളുടെ അങ്ങനത്തെ ഷോപ്പ്. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ അവിടെ ചെന്നാലും കാണുന്ന പോലെ അവിടെ ഓരോ സ്വീറ്റ്സ്, കോഫി, അതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. അതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. എവിടെ ചെന്നാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
നമ്മൾ ടിക്കറ്റിംഗ് കൗണ്ടർക്ക് വരുന്ന ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലെത്തി. നമ്മുടെ കേബിൾ കാറിന്റെ നല്ല ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ആ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഒരുവിധം ആളുണ്ടെങ്കിലും അങ്ങനെ ഫെസിലിറ്റീസ് അതുപോലെ അവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരിടത്ത്. പിന്നെ നമുക്ക് ഈ എല്ലാ മാർഗങ്ങളും ഉള്ളത് കൊണ്ട് ഈ കേബിൾ കാറിന് അധികം വലിയൊരു റഷ് ഇല്ല. ബസ്സിന് പോകാനും കാറിന് പോകാനും ഒക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റായി വരുന്നവർ, ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെയാണ് സ്ഥിരം ഈ കേബിൾ കാർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം ഒരു ക്യൂവിന് ഉള്ള ആളുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കയറി പോകാനുള്ളൂ. കാരണം കേബിൾ കാർ പയ്യെ പയ്യാണല്ലോ വന്ന് ആൾക്കാർ കയറി കയറി പോകാം. അതിൻ്റെ ആ ഒരു ചെറിയ ക്യൂ വരെ വരും. ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുക, നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിലൊക്കെ കയറുന്ന പോലെ സ്കാൻ ചെയ്ത് കയറി പോവാം. നമുക്ക് 2 ടൈപ്പ് കേബിൾ കാർ അവൈലബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞിട്ട് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിയിൽ നമ്മുടെ ഫ്ലോറും കൂടെ ഗ്ലാസ് വരുന്ന കേബിൾ കാർ ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ നമുക്ക് അടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല, അതായത് ഗ്ലാസ് ആയിരിക്കില്ല, മെറ്റൽ ആയിരിക്കും. അപ്പോൾ താഴേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഉള്ളതാണ് എടുത്തത്. എന്തുകൊണ്ട് എൻ്റെ സ്കാനിങ് ആദ്യം ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കയറിപ്പോയത്. ശരിക്കും നമ്മളവിടെ മുട്ടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അടുത്ത് വരെ കൊണ്ടുപോയാൽ മതി. ഇപ്പം തന്നെ അത് സ്കാനാണ്. എനിക്കറിയില്ലായിരുന്നു അത് വച്ചുകൊണ്ടിരുന്നുകൊണ്ട് അത് സ്കാൻ എടുക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, ടച്ച് ചെയ്യുമ്പോഴാണ് സ്കാൻ ആകാതെ പോകും. നമ്മളതിന് ക്യൂവിലോട്ട് കടന്നു. 2 സെപ്പറേറ്റ് ക്യൂ ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഒന്ന് നമ്മുടെ ഈ പ്രീമിയം അടിയിൽ നമ്മുടെ ഗ്ലാസ് വരുന്ന അടിയിലോട്ടും കൂടെ കാണാൻ പറ്റുന്ന ഒരു ഗൊണ്ടോള അല്ലെങ്കിൽ കേബിൾ കാറിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രീമിയത്തിൻ്റെ ക്യൂവിലാണ് പോയത്. അതിൽ വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. എല്ലാവരും തന്നെ മറ്റേതാണ് എടുത്തുകൊണ്ടിരുന്നത്, ചെറിയ റേറ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് ചെറിയൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് താഴെ കൂടെ ഗ്ലാസ് ആകുമ്പോൾ. അപ്പം നമുക്ക് അവിടെ തിരക്കില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ഫ്രണ്ടിൽ എത്താൻ പറ്റി. പക്ഷേ നമുക്ക് എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് അടിയിൽ ഗ്ലാസ് ഉള്ള ഗൊണ്ടോള വരത്തുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അടിയിൽ മെറ്റലാണ്, അടിയിലോട്ട് വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് കുറേ എണ്ണം പോയി കഴിഞ്ഞിട്ട് അത് ഒരെണ്ണം വരത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. വേറെയും കുറേ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഗ്ലാസ് ബോട്ടമുള്ള ഗൊണ്ടോളയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മളെ ഒരെണ്ണത്തിലോട്ട് പറഞ്ഞു വിട്ടു, പക്ഷേ അത് ഗ്ലാസ് ഉള്ളതല്ലായിരുന്നു. ആ പറഞ്ഞു വിട്ട പുള്ളിക്ക് തെറ്റിപ്പോയതാണ്. വീണ്ടും കുറച്ച് നേരം കൂടെ നമ്മളിങ്ങനെ ഗൊണ്ടോളകൾ പോകുന്നത് നോക്കി വെയിറ്റ് ചെയ്തു, നമ്മുടെ അടിയിൽ ഗ്ലാസ് ഉള്ള ഗൊണ്ടോള വരാനായിട്ട്. നല്ല ഭംഗിയുള്ള കേബിൾ കാറുകളാണ് കേട്ടോ, ഗൊണ്ടോളകളാണ്. നല്ല രസമുണ്ട്, എയർ കണ്ടീഷൻ്റെ സെറ്റപ്പിൽ. അങ്ങനെ നമ്മുടെ കാർട്ടൂണുകളൊക്കെ ഉള്ള അടിയിൽ ഗ്ലാസ് ഉള്ള കൊണ്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാം. അടി ഗ്ലാസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ മലമുകളിൽ കൂടെ പോകുമ്പോൾ അടിയിലേക്കുള്ള വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ടുള്ള
കേബിൾ കാർ, സ്കൈവേ സെൻട്രലിന്റെ കേബിൾ കാറിൽ യാത്ര തുടങ്ങുകയാണ് നേരെ മലമുകളിലോട്ട്. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഗൊണ്ടോളയിൽ മുകളിലേക്ക് പോകുന്നത്. നമ്മൾ കാര്യം സ്വിറ്റ്സർലാൻഡിൽ അവിടെ ഇവിടെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഗൊണ്ടോളയിൽ കേബിൾ കാറിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങൾക്കതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടിയിലേക്ക് അങ്ങനെ വലിയ ആഴമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള താഴ്ച അടിയിലോട്ട് വരുന്നുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും. ആ ഒരു ഹൈറ്റിലാണ് ഫുള്ള് പോകും. അതുകൊണ്ട് അധികം നമുക്ക് അങ്ങനെ പേടി തോന്നുന്ന ആ ഒരു ഇതൊന്നുമില്ല. നമുക്ക് വളരെ കാം ആൻഡ് കൂളായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. താഴെ നമ്മൾ കയറി സ്റ്റേഷൻ അങ്ങ് ബാക്കിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡാണ്. പെട്ടെന്ന് നമ്മൾ കയറി അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ടെമ്പിൾ ആണ് ഇടയിലുള്ള. അവിടെ ഇറങ്ങണം, അവിടെ ഇറങ്ങിയിട്ട് പോകണം. ഇതെല്ലാം കൂടെ ഒറ്റ ടിക്കറ്റ് തന്നെയാണ്. നമുക്ക് ഇടയ്ക്ക് വേണേൽ ഇറങ്ങാം, ഇറങ്ങണ്ടെങ്കിൽ നേരെ പോകാം. നമുക്ക് റോഡ് കാണാം. അങ്ങോട്ട് വളഞ്ഞു തിരിഞ്ഞ് നമ്മുടെ ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ട് എത്തുന്ന റോഡ്, 4 വരി പാത വളഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഹൈ റേഞ്ച് റോഡ്. അവിടുത്തെ ഹൈ റേഞ്ച് റോഡിന്റെ ക്വാളിറ്റി കൂടെ നോക്കോട്ടോ. അങ്ങനെ നമ്മൾ കയറി പോവുകയാണ്. നമുക്ക് ആ വ്യൂ ഒക്കെ നല്ലൊരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. മോളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി സന്തോഷിച്ചിരിക്കുകയാണ്. അവർക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് തന്നെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അവർക്ക് നല്ല സന്തോഷമായി. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് സന്തോഷമായി. ഇതുണ്ടോ താഴെ ഗ്ലാസ് ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക ഫീലാണ് അടിയിലും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിയിലൂടെ വണ്ടി പോകുമ്പോൾ നമുക്ക് ഓരോ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ കാണാം. റോഡിങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ട്. ഓരോ ലെവലിൽ എത്തുമ്പോഴും നമുക്ക് അവിടെ റോഡ് വരും. എയർ പിന്നുകൾ വളഞ്ഞ് വരുന്ന ഹൈ റേഞ്ച് റോഡായതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ചൈനീസ് ടെമ്പിളിന്റെ ഗോപുരം. അവിടെ ചെന്നിറങ്ങിയിട്ട് വേണം നമുക്ക് ആ ടെമ്പിളിലോട്ട് പോകാൻ. അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. ഇതാണ് അവിടുത്തെ നമ്മുടെ ചൈനീസ് ടെമ്പിളിലോട്ട് പോകാനായിട്ട് ഇറങ്ങേണ്ട സ്റ്റേഷൻ. ആ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാം ഒരു വാക്ക് പോലെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. റൂഫ് ഇട്ടിട്ടുള്ള സംഭവം. അതങ്ങനെ ഇറങ്ങി ആ കാണുന്നത് മൊത്തം ഇറങ്ങി പോകാനുള്ളതാണ്. ഞങ്ങൾക്ക് അപ്പം അറിയില്ലായിരുന്നു. ഏകദേശം നല്ല ദൂരം ഇറങ്ങി കയറാനുണ്ട്. പിന്നെ എല്ലായിടത്തും എസ്കലേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ചൈനീസ് ടെമ്പിളിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഫോളോ ചെയ്യുക, കാണുക. കൂടുതൽ മലേഷ്യൻ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.